ഫ്രണ്ട്സ് എല്ലാവർക്കും എഫ് ക്രിയേഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നൊരു ഔട്ട്ഡോർ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ആർജെ കിഡ്ലം ഫിറോസ് നടത്തുന്ന ലഹരിക്കെതിരായി നടത്തുന്ന ഒരു ശബ്ദ സമര നിരാഹാര ഒരു യാത്രയാണ്. അത് എറണാകുളത്ത് തൊട്ട് തുടങ്ങിയിട്ട് ഇപ്പൊ ഈ തിരുവനന്തപുരത്താണ് ഇപ്പോ നടന്നതെന്ന് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രോഗ്രാം നമ്മുടെ വന്ദേ കേരളം സീസൺ 7 92.7 ബിഗ് FM നടത്തുന്ന ശംഖുമുഖത്ത് വെച്ച് നടത്തുന്ന ഒരു മ്യൂസിക്കൽ ഇവന്റിലേക്കാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം ചെയ്യുന്നത് സ്ഫടികം ബാൻഡ് ആട്ടോ. സ്ഫടികം ബാൻഡിന്റെ ഒരു കിഡിലെ അടിപൊളി പെർഫോമൻസ് ആണെന്നാണ് ഞാൻ കേട്ടത്. അപ്പൊ പോകല്ലേ? അപ്പൊ നമ്മുടെ ഫിറോസിക്കയുടെ കൂടെയും പിന്നെ നമ്മുടെ 92.7 ബിഗ് FM കൂടെയും ഈ ഈവനിങ് നമുക്ക് അടിച്ചു പൊളിക്കാം. അപ്പൊ നമുക്ക് പോവാം. ആൻഡ് ഇവിടെ നടക്കുന്ന പ്രോഗ്രാം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്ദേ കേരളം സീസൺ 7 ഒരു കൾമിനേഷൻ പ്രോഗ്രാമാണ്. വന്ദേ കേരളം സീസൺ 7 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ആന്റി ഡ്രഗ് ക്യാമ്പയിൻ ആണ്. ഈ അടുത്തിടയ്ക്കാണ് ഞാൻ ബിഗ് FM ജോയിൻ ചെയ്തത്. വന്ദേ കേരളം സീസൺ 7 പറ്റിയിട്ട് ഞാൻ പറയുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പറയാൻ സാധിക്കുന്ന ഒരാൾ നമ്മുടെ കൂടെയുണ്ട്. ഞാൻ വലിയൊരു കയ്യടിയോടുകൂടെ ഞാൻ വെൽക്കം ചെയ്യാണ്. ഹാപ്പി സുമി. ഒരു മൈക്ക് കൂടെ തരാം. കയ്യിൽ മൈക്ക് വെച്ചിട്ട് എനിക്ക് മൈക്ക് തരുന്നില്ല. നമസ്കാരം എല്ലാവർക്കും, ഗുഡ് ഈവനിങ്. അത് കോവിലൊക്കെ കൈയടിയിട്ടൊക്കെ ഒന്ന് വരട്ടെ, നോക്കട്ടെ. കാണാൻ വയ്യ കേട്ടോ, ശരിക്കും കാണാൻ വയ്യ നിങ്ങളെ. ഒരുപാട് പേരുണ്ടെന്നറിയാം. ആദ്യം ഈ സ്ഫടികം ബാൻഡ് നല്ല രീതിയിൽ നമുക്ക് തുടക്കം കുറിച്ചതുകൊണ്ട് ഇത്രയും പേരില്ലേ, നല്ല കൈയടി അവർക്ക് കൊടുക്കാം നമുക്ക് ആദ്യം. പോരാ, ഇത്രയും പേരുണ്ടായിട്ട് ഇത്രേ ഉള്ളു കൈയടി. ചേട്ടാ പ്ലീസ് നല്ല കൈയടി. ഓക്കെ, എന്താണ് നമ്മുടെ വന്ദേ കേരളം സീസൺ 7 എന്ന് ചോദിച്ചാൽ ലുലു പറഞ്ഞത് തന്നെയാണ്, അതിൽ കൂടുതൽ ആഡ് ചെയ്യണമെന്നില്ല. പക്ഷേ ഇത്രയും സീസണുകൾ നമ്മൾ വന്നു എന്നുള്ളതാണ് ആദ്യം ഇതിൽ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. ലഹരിക്കെതിരായിട്ടുള്ള ശബ്ദ സമരം, അത് തന്നെയാണ് ഇതിലെ ഏറ്റവും എടുത്തു പറയേണ്ടുന്ന ഒരു പേര് എന്ന് പറയുന്നത്. ലഹരിക്കെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തുന്നു. ഞങ്ങളുണ്ട്, ബിഗ് FM സപ്പോർട്ടിംഗ് ടീമായിട്ട് ഞങ്ങൾ എല്ലാവരും ഉണ്ട്. എങ്കിൽ പോലും ഒരു മനുഷ്യൻ സ്വന്തമായിട്ട് വിചാരിക്കുകയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം, സൊസൈറ്റിയിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ, ഒരാളിലെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തണം എന്ന് വിചാരിച്ച് വർഷങ്ങൾക്ക് മുൻപ്, ഇത് സീസൺ 7 ആണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം, 6 വർഷങ്ങൾ, കഴിഞ്ഞ 6 വർഷങ്ങളിൽ ഇടവേളകൾ ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും ആദ്യം ഒരു റെക്കോർഡ് ഇടുന്നു. അത് 92.7 എന്ന ഞങ്ങളുടെ 92.7 ബിഗ് FM ഫ്രീക്വൻസിയാണ്, അതാണ് ഇടുന്നത്. അതിനുശേഷം 100, പിന്നെ 105, 120, 125, ഏറ്റവും ഒടുവിലായി അദ്ദേഹത്തിന്റെ റെക്കോർഡ് 150 മണിക്കൂറുകളാണ് ഈ വന്ദേ കേരളം സീസൺ 7 എന്ന ഈ ഒരു ലഹരിക്കെതിരായിട്ടുള്ള ഈ സീസണിലെ റെക്കോർഡ് എന്ന് പറയുന്നത്. ഞങ്ങൾ ആഗ്രഹിച്ചത് 9270 എന്ന് പറയുന്ന സിഗ്നേച്ചറുകളാണ്. എന്തിനാണ് നിങ്ങൾ സിഗ്നേച്ചർ കളക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇത് ഞാൻ ലഹരി ഉപയോഗിക്കില്ല എന്ന് വിചാരിച്ച് സൈൻ ചെയ്ത് തരുന്ന ആൾക്കാരല്ല ഈ സിഗ്നേച്ചർ ഇട്ട് തരുന്നത്. അവരും ഉണ്ടായിരുന്നു. അവരേറ്റവും കൂടുതൽ മടിച്ച ആൾക്കാരാണെങ്കിലും ആത്മാർത്ഥമായിട്ട് വന്ന ആൾക്കാർ അതിലുണ്ടായിരുന്നു. പക്ഷെ എങ്കിലും ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു വ്യക്തിയുണ്ട്, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ, അതൊരു കാറ്റഗറി. കുട്ടികൾ ഏറ്റവും കൂടുതൽ, ജ്യോതി സെൻട്രൽ സ്കൂളിലെ സാറൊക്കെ നമ്മളോടൊപ്പം ഉണ്ട്. സാറിൻ്റെ സ്കൂളിലൊക്കെ ഞങ്ങൾ അവരുടെ സ്കൂൾ ഡേയുടെ അന്നൊക്കെയാണ് പോരുന്നത്. അന്ന് കുട്ടികൾ മാത്രമല്ല, അവരുടെ പാരൻസും മാതാപിതാക്കളും മുത്തശ്ശിയൊക്കെ ഇവരുടെ പെർഫോമൻസ് ഒക്കെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. വേദിയിലിരുന്ന് ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവരും ഈ സിഗ്നേച്ചറിൽ കൂടെ കൂടി അവരും സിഗ്നേച്ചർ ഇട്ടുന്നു. എന്തിനാണ്? ഭാവിയിൽ ഞങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ കുട്ടികൾ ഇട്ട് തന്നതിന് ഉദ്ദേശം ഞങ്ങൾ ഇനി ലഹരി ഉപയോഗിക്കില്ല എന്നുള്ളൊരു ആഗ്രഹമാണ്. സാഹചര്യമാണ് മനുഷ്യനെ പലതിലേക്കും കൊണ്ട് ചെത്തെത്തിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എങ്കിലും നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാമല്ലോ, ഞാൻ ഇനി ലഹരി ഉപയോഗിക്കില്ല. ലഹരി എന്ന് പറയുമ്പോൾ മദ്യം അല്ലെങ്കിൽ സിഗരറ്റ് പോലുള്ളത് മാത്രമല്ല, സിന്തറ്റിക് പോലുള്ള ഒരുപാട് ഡ്രഗ്സ്, നമ്മൾ കേട്ടുകേൾവി ഇല്ലാത്ത, സാധാരണ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊന്നും കേട്ടുകേൾവി ഇല്ലാത്ത അത്രയും മാത്രം മാരകമായിട്ടുള്ള
ഡ്രഗ്സ് ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ അവൈലബിൾ ആണ് എന്നുള്ളത് നമുക്കറിയാം. ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്തകളാണ്. അല്ലാതെ നല്ല ലഹരികളുണ്ട്. പാട്ട് അല്ലെ, സംഗീതം എന്ന് പറയുന്നത് നല്ല ലഹരിയാണ്. സ്നേഹം നല്ലൊരു ലഹരിയാണ്. അങ്ങനെ പലതരത്തിൽ നമുക്ക് ലഹരിയാണ്. ഞങ്ങൾ കുറച്ചു പേരേ ഉള്ളൂ, വളരെ കുറച്ച്. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ മോർണിംഗിൽ 7 മണി മുതൽ 12 മണി വരെ ബി പോസിറ്റീവായിട്ട് കിഡ്ലം ഫിറോസ് നിങ്ങളുടെ ചെവികളിൽ മുഴങ്ങും. അതിനുശേഷം ഞങ്ങളുടെ പുതിയ മെമ്പറാണ് RJ ലുലു. പുതിയതാണെങ്കിലും അവനിപ്പോ എല്ലാവരുടെയും മനസ്സ് കീഴടക്കി കഴിഞ്ഞു. RJ ലുലു എത്തും. അതിനുശേഷം കൈയടി ആത്മാർത്ഥമായിട്ട് കൊടുത്തതാണ്. യങ്സ്റ്റേഴ്സ് ഒക്കെയാണ് ലുലു. അപ്പോൾ അവരുടെ ഏറ്റവും ഇഷ്ടമായി മാറിക്കഴിഞ്ഞ ഒരു RJ ആണ് നമ്മുടെ RJ ലുലു. അത് കഴിഞ്ഞിട്ട് 4 മണി മുതൽ ഇപ്പോൾ 8 മണി വരെ ഹാപ്പി അവേഴ്സ് വിത്ത് ഹാപ്പി സുമി ഞാൻ ചെയ്യുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് ഒരാൾ കൂടിയുണ്ട്, നീനു, പാട്ടുകളുടെ കൂട്ടുകാരി നീനു. നൈറ്റിംഗൽ എന്നൊരു ഷോ ചെയ്യുന്നു. മനസ്സിൽ തൊടുത്തു ഒരുപാട് നല്ല മെലഡീസും അതിന്റെ വിശേഷങ്ങൾ. അങ്ങനെ നമ്മൾ 4 പേര് അടങ്ങുന്ന വളരെ ചെറിയൊരു സ്മോൾ ഫാമിലിയാണ്. പക്ഷെ ഞങ്ങളുടെ പില്ലേഴ്സ് എന്ന് പറയുന്നത് ഞങ്ങളുടെ സെയിൽസ് ടീമാണ്. അതിൽ ഓരോരുത്തരും ഇവിടെ ഉണ്ട്. അവരെയും സ്നേഹത്തോടെ പേരെടുത്ത് പറയണ്ട, കാരണം അവരെല്ലാവരും ഒന്നാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ ഇഷ്ടം. അവരെല്ലാവരെയും വഴിക്ക് വഴിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അടുത്തത്, അതിനു മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ചേച്ചി പോവല്ലേ, ഈ അടുത്തിടയ്ക്ക് ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് കണ്ടായിരുന്നു. എന്റെയാണോ? എത്ര വർഷമാണ് കംപ്ലീറ്റ് ചെയ്തത്? ആദ്യം ഐഡി പറഞ്ഞെടുക്ക്. ഹാപ്പി സുമി എന്നാണ് ഇൻസ്റ്റാഗ്രാം ഐഡി. RJ സുമി, ഹാപ്പി സുമി. ഇപ്പൊ തന്നെ ഫോളോ ചെയ്യണേ. ഓക്കെ. എത്ര വർഷമാണ് കംപ്ലീറ്റ് ചെയ്തത്? വർഷക്കണക്കൊക്കെ പറയും. 17 വർഷം റേഡിയോ ഇൻഡസ്ട്രിയിൽ. ചില്ലറ കാര്യമല്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഒരു സ്റ്റാൻഡിംഗ് ഒവേഷൻ കൊടുത്താലോ? അങ്ങനെയൊന്നും ചെയ്തുകൂടാ. 17 വർഷം കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് നമ്മൾ മിനിമം അത്രയെങ്കിലും കൊടുക്കണ്ടേ? 6 മാസം ആയിട്ടേ ഉള്ളൂ. 6 മാസമായിട്ടുള്ള ഞാൻ ഈ പറയുന്നത് പോലെ ഇത്രയും ആൾക്കാരെ ഹൃദയം പിടിച്ചിറക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്ര ആൾക്കാരെ ഹൃദയമായിരിക്കും ഇദ്ദേഹം പിടിച്ചിറക്കിയത്? ഒരു വലിയൊരു കൈയ്യടി കൊടുക്കാം നമുക്ക്. താങ്ക് യു. കേൾക്കാത്ത ആൾക്കാരും ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ കേൾക്കണം എന്നുള്ളത് കൊണ്ടാണ് ആത്മാർത്ഥമായിട്ട് താങ്ക് യു സോ മച്ച് കേട്ടോ. താങ്ക് യു. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞു തന്നത് 92.7 ബിഗ് FM എന്ന ആദ്യ ഫ്രീക്വൻസിയാണ്. കേൾക്കാനായാൽ കേൾക്കണം. നിങ്ങളുടെ ഒക്കെയും സജഷൻസ്, ക്രിറ്റിസിസം, അതാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത്. നല്ല രീതിയിൽ നമുക്ക് പറയാം, മോശം രീതിയിലും പറയാമല്ലോ. എങ്ങനെ വേണോ നിങ്ങൾക്കത് പറയാം. പക്ഷെ ഇച്ചിരി സ്നേഹത്തോടെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു സന്തോഷം. അപ്പോൾ അതാണ് 17 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അത്രയും പ്രായം കൂട്ടരുത്. ശരി, ഇനി ബാക്കി പറ. ഓക്കെ, തീർന്നോ? ചേച്ചിയെ പറ്റി പറയാനുള്ളത് എന്നെ പറ്റി പറയാനല്ല, എന്താണ് ഇനി അടുത്ത പരിപാടി, ഇനി അടുത്ത എന്താണ് നമുക്ക് ഫിറോസൊക്കെ സ്റ്റേജിലോട്ട് വിളിച്ചാലോ? അതാണ് മെയിൻ. ഒന്ന് പറയൂ അളിയാ എന്നാണ് ഞാൻ വിചാരിച്ചത്. സ്റ്റേജിലോട്ട് വിളിക്കാൻ നിൽക്കട്ടെ, ഞാൻ ഇവിടെ ഉണ്ട്. ഇത് എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത് കേൾക്കണോ? നമസ്കാരം. ഇതൊന്നും പോരാ. നമ്മൾ ഇതിന്റെ അകത്തോട്ട് കയറണമെങ്കിൽ ഇതൊന്നും പോരാ. നമസ്കാരം. എന്തുവാണ് ഇത്? നമസ്കാരം. പോരാന്ന്. നമസ്കാരം. ഈ ശംഖുമുഖത്തെ കടലലകളെ ഇളക്കുന്നത് പോലൊരു കയറി വരട്ടെ. പോരാ, നല്ലതുപോലെ ഒന്നും വരട്ടെ. ഉഷാറില്ല, ഒന്ന് കൂവിയേ കേട്ടെ. അതാണ് ഇപ്പോഴാണ് ഇളകിയേ. ഒന്നുകൂടി. 1 2 3 ഗോ. ഇപ്പോഴാണ് ഒന്ന് ഉഷാറായത്. വളരെയേറെ സന്തോഷമുണ്ട്. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു ഒറ്റ ദിവസം കൊണ്ട് മാത്രം പ്ലാൻ ചെയ്തൊരു ചെറിയ പരിപാടിയാണ്. പ്രത്യേകിച്ച് ശംഖുമുഖത്ത് തന്നെ ഈ പരിപാടി ചെയ്യണം എന്നതിന്റെ പിന്നിൽ കുടുംബങ്ങൾ എന്ന് പറയുന്ന നിങ്ങൾ ഉൾപ്പെടുന്ന മനുഷ്യരായിരുന്നു. ഞങ്ങൾ മുമ്പോട്ട് വെച്ചത് ഒരു വലിയ ആശയമാണ്. ഒരു കാരണവശാലും നമ്മുടെ സമൂഹത്തിൽ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിച്ചുകൂടാത്ത ലഹരി എന്ന് പറയുന്ന ഒരു മാരക വിപത്ത്. അതിനെതിരായിട്ടാണ് കഴിഞ്ഞു പോയ ഒരു കണക്കെടുപ്പിന്റെയും റെക്കോർഡിന്റെയും സമയമാണ്. അപ്പൊ ആ സമയത്ത് തന്നെ ഇത് ചെയ്യണം എന്നുള്ളത് മുബാറക് എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സൗത്ത് ഹെഡിന്റെ തീരുമാനമായിരുന്നു. അതനുസരിച്ചാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു സീസണിൽ ചെയ്തത്. വമ്പം പരിപാടിയായിരുന്നു. നേരത്തെ സുമി പറഞ്ഞതുപോലെ തന്നെ ഏകദേശം ഒരു 150 മണിക്കൂറോളം പച്ച പട്ടിണി കിടന്നു. അതിനുശേഷം ഏകദേശം ഒരു 1200ഓളം കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്തു. 14,458 മനുഷ്യരുടെ സിഗ്നേച്ചർ ഞങ്ങൾ സ്വീകരിച്ചു. അതിൽ തന്നെ ജ്യോതിചന്ദ്രൻ സാറിന്റെ ജ്യോതി സെൻട്രൽ സ്കൂളിൽ നിന്ന് മാത്രം ഞങ്ങൾക്ക് 3000-ൽ പരം ഒപ്പുകളാണ് കിട്ടിയത്. ആദ്യഘട്ടത്തിൽ അവിടെ ചെന്നപ്പോൾ മാത്രം. അതിനുശേഷം പിന്നീട് അവരുടെ അധ്യാപകരൊക്കെ കൂടി അയച്ചു തന്നത് എല്ലാം കൂടി എടുത്തപ്പോൾ 6000-ൽ പരം ഒപ്പുകളാണ് താങ്കളുടെ സ്കൂളിൽ നിന്ന് മാത്രം കിട്ടിയത്. അമ്മാതിരി സപ്പോർട്ടായിരുന്നു. ഇനി ഇതിന്റെ ഒരു ഔട്ട്കം വരണമല്ലോ. എങ്ങനെയുണ്ടായിരുന്നു? മൊത്തത്തിൽ റേഡിയോയിൽ കേട്ടവരാരൊക്കെ ഉണ്ട്? നന്നായിരുന്നോ? പരിപാടികളായിരുന്നോ? ഒരു ഗംഭീരമായിരുന്നു. എനിക്കും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്റെ റേഡിയോ കരിയർ എൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യണം എന്നൊക്കെ ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന ഒരു വലിയ പരിപാടിയായിരുന്നു. ഞാൻ ആഗ്രഹിച്ചിരുന്നതോ അതിന് മുകളിലോ ഒക്കെ ആയിട്ടത് സംഭവിച്ചു. ഹൃദയം നിറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചു. അതിന്റെ തൊട്ടു പിറ്റേന്ന് പത്രത്തിൽ ഒരു വാർത്ത വന്നു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ റെക്കോർഡ് മദ്യവിൽപ്പന നടന്നത് ജനുവരി 1-നായിരുന്നു. ഇന്ന് വരെ നടന്നിട്ടില്ലാത്ത അത്രയും വലിയ മദ്യവിൽപ്പന അന്നേ ദിവസം നടക്കുകയുണ്ടായി.
ആ ഒരാഴ്ചയിൽ ക്രിസ്മസ് നടക്കുന്ന സമയത്ത്, അതിനുശേഷം ന്യൂ ഇയർ നടക്കുന്ന സമയത്ത് ഇന്ന് വരെ കച്ചവടം നടന്നിട്ടില്ലാത്തതുപോലെയാണ് ഈ സാധനത്തിന്റെ കച്ചവടം നടന്നത്. അതുകൊണ്ട് തന്നെ എനിക്കും എന്റെ കൂടെ നിൽക്കുന്ന, നേരത്തെ സുമി ചെറിയൊരു ഫാമിലി എന്ന് പറഞ്ഞെങ്കിലും, ഈ ഒരു ചെറിയ വലിയ ഒരു കൂട്ടായ്മയുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ കാണുന്ന 1, 2, 3 പേര് മാത്രമായിരിക്കും നിങ്ങളുടെ മുമ്പിലുള്ള, പക്ഷെ ഇതിന്റെ പുറകിലും സൈഡിലും ഒക്കെ ആയിട്ട് ഒരു വലിയ കൂട്ടായ്മ ഞങ്ങളുടെ പുറകെയുണ്ട്. ഞങ്ങൾ ഇത്രയും മാത്രം ശ്രമിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. എന്നിരുന്നാലും ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് 92.7 ബിഗ് എഫിന്റെ ഉദ്ദേശം. ഇനിയും ഇതിന്റെ കച്ചവടം കൂടുമായിരിക്കും, പക്ഷെ ഇനിയും ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഏറ്റവും ഒടുവിൽ കണ്ടറിഞ്ഞു പോകുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു തോന്നൽ വേണം, എന്ത് ചെയ്തു നീ സമൂഹത്തിന് വേണ്ടി എന്ന ചോദ്യത്തിന്റെ ഒരു ഉത്തരം നമ്മുടെ ഉള്ളിൽ എല്ലായ്പ്പോഴും വേണം. അതിതായിരിക്കണം, നമ്മൾ എന്തോ ചെയ്തു ലഹരിക്കെതിരെ, നമ്മൾ എവിടേക്കോ പോരാടി, നമ്മുടെ എനർജി, നമ്മുടെ വിശർപ്പ്, നമ്മുടെ വിയർപ്പ്, നമ്മുടെ വിശപ്പ്, നമ്മുടെ ഹൃദയം, നമ്മുടെ രക്തം, നമ്മുടെ സമയം, കുടുംബത്തോടൊപ്പം ഇരിക്കേണ്ട വിലപ്പെട്ട സമയം ഉൾപ്പെടെയുള്ളത് സമൂഹത്തിന് വേണ്ടി ചെലവാക്കി എന്ന് തോന്നാൻ ആകണം. ഇനി അങ്ങോട്ടുള്ള പരിപാടികളിലും 92.7 ബിഗ് എഫിന്റെ കൂടെ വേണം. നിങ്ങൾക്കൊക്കെ അറിയാവുന്നത് പോലെ 92.7 ബിഗ് എഫിന്റെ ആ ട്രാക്കിലേക്കുള്ള തിരികെ വിടവില് നിങ്ങൾ ആദ്യം കണ്ടത് ബിഗ് മാവേലി എന്ന് പറയുന്ന ഒരു വലിയ ആശയമായിരുന്നു. നമ്മുടെ ഓണത്തിന് അതിഗംഭീരമായിട്ടുള്ള ഒരു പരിപാടി. അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ പോലെ വന്ദേ കേരളം തിരിച്ചു വന്നു, 7ാമത്തെ സീസൺ. ഇനി അടുത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ബിഗ് എഫ് എന്ന് കേൾക്കുമ്പോൾ തോന്നുന്ന പരിപാടി എന്റെ മനസ്സ് പറയുന്നത് ഒരു താലികെട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇതിനു മുൻപും ഞങ്ങൾ ഈ പറഞ്ഞ 2 കുടുംബങ്ങളെയാണ് അഡോപ്റ്റ് ചെയ്ത് നമ്മൾ തന്നെ വിവാഹം കഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഏറെ സന്തോഷത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു, വരാനിരിക്കുന്ന ഒരു 3 മാസത്തിനകത്ത് ലഹരിക്കെതിരായിട്ടുള്ള, മോശമായ ലഹരിക്കെതിരായിട്ട് ഒരാളെയെങ്കിലും മാറ്റണം എന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, 9270 സിഗ്നേച്ചറുകൾ ലക്ഷ്യം വെച്ച് നമ്മൾ തുടങ്ങിയ വന്ദേ കേരളം സീസൺ 7 യാത്ര അവസാനിക്കുമ്പോൾ 14,000-ലധികം സിഗ്നേച്ചറുകളാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അത് ഞങ്ങളെ സംബന്ധിച്ച് ചെറിയൊരു കണക്കല്ല, ഞങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അവാർഡാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അത്രയും പേര് ആത്മാർത്ഥമായിട്ടാണ് അവരുടെ സിഗ്നേച്ചറുകൾ ഞങ്ങൾക്ക് തന്നത്. എന്തിന് എന്ന ചോദ്യം പോലും, ഒരു മറുചോദ്യം ഉണ്ടായിരുന്നില്ല ഞങ്ങളെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ. അപ്പം അങ്ങനെ ഒരു യാത്രയാണ്. കഴിഞ്ഞ ആഴ്ചയാണത് പര്യവസാനിച്ചത്. 6 ദിവസങ്ങൾ നീണ്ടുനിന്ന, 7 ദിവസങ്ങളോളം നീണ്ടുനിന്ന ഒരു പരിപാടിയായിരുന്നു. അതിൻ്റെ ഒരു കൾമിനേഷൻ, അത് ഔപചാരികമായി ഇത്രയും മാത്രം നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരെയും, ഞങ്ങളുടെ സ്പോൺസേഴ്സ് ഒക്കെയാണ് ഇവരെല്ലാവരും, അവരൊക്കെയും ഈ ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടിയാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ മുന്നോട്ട് വന്ന് ഞങ്ങൾ ഇതിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ പേരേ ഉള്ളൂ. ഇത്രയും സക്സസ് ആയതിന്, ഇത്രയും സക്സസ്ഫുൾ ആക്കി ഇത്രയും ഒരു വേദി ഞങ്ങൾക്ക് എത്തിയതിനും ഒരേ ഒരു പേരേ ഉള്ളൂ, ഒരേ ഒരു കാരണമേ ഉള്ളൂ. എല്ലാ ആശയങ്ങൾക്ക് പിന്നിലും ആ ഒരു തലയുള്ളൂ. സോ ദ വൺ ആൻഡ് ഓൺലി കിടിലം ഫിറോസിനെ ഈ ഒരു വേദിയിൽ നിങ്ങൾക്ക് മുന്നിൽ ആദരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ശരി, എന്നെ ആദരിക്കും. ഇനിയും ഇതുപോലെയുള്ള നല്ല ആശയങ്ങൾ തീർച്ചയായിട്ടും 92.7 ബിഗ് എഫ്എമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. സോ അതിനുവേണ്ടി ഞങ്ങളുടെ ആശയങ്ങളുടെ കുലപതിക്ക് ഞങ്ങൾ നൽകുന്ന സ്നേഹാദരം നിങ്ങളുടെ മുന്നിൽ വെച്ച് താങ്ക് യു. കുറച്ച് കയ്യടിയോട് കാടന്നേ. എന്താണ്? താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്. ശരി, അപ്പൊ ഇനി വീണ്ടും സ്ഫടികത്തിന്റെ പൊളിച്ചടിക്കിയ പെർഫോമൻസിലുണ്ട്. Hare Hare Rama Shara Rama Rama
പനിമഴയോ പുലരും Leave